അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കേരള വിഷൻ പ്രേക്ഷകർക്കും ഇസ്ലാം അറിവ് എന്ന ഈ പ്രോജ്വലമായ പ്രോഗ്രാമിലേക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ആശംസിക്കുകയാണ്. അൽഹംദുലില്ലാഹില്ലദീ ഫാത്തിരിസ് സമാവാതി വൽ അർള് ജാഇലിൽ മലായികതി റുസുലാ ഉലി അജ്നിഹതിൻ മസ്നാ വസുലാസ വറുബാ യസീദു ഫിൽ ഖൽഖി മാ യശാ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ വ മൗലാനാ മുഹമ്മദിൻ സാഹിബിൽ മിഅ്റാജി വൽ ബുറാഖി വൽ അലം വസല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. നന്ദി എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് കഴിഞ്ഞ 3 ആഴ്ചകളിൽ നമ്മൾ സംസാരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ആജ്ഞാപിക്കുന്നു, ബലില്ലാഹ ഫഅബ്ദ് വകും മിനശ് ശാകിരീൻ. ജനങ്ങളെ, അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക, മറ്റൊരു ദൈവത്തിൻ്റെയും പിന്നാലെ പോകരുത്. വകും മിനശ് ശാകിരീൻ, നന്ദിയുള്ളവരായി തീരുക, സൃഷ്ടാവിനോടും സൃഷ്ടികളോടും നന്ദിയുള്ളവരായി തീരുക. അള്ളാഹു ഖുർആനിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഫഹൽ അൻതും ഷാക്കിറൂൻ. നിങ്ങൾ നന്ദി കാണിക്കുന്നില്ലേ? നിങ്ങൾ നന്ദിയുള്ളവരായി തീരുന്നില്ലേ? നിങ്ങൾ എന്തുകൊണ്ടാണ് നന്ദിയില്ലാതെ പോകുന്നത് എന്ന് അള്ളാഹു ചോദിക്കുന്നു. മഹാനായ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്യുന്നു, യഖൂലുല്ലാഹു അസ്സ വജല്ല യൗമൽ ഖിയാമ യബ്ന ആദം ഹമൽതു കാലൽ ഖൈരി വൽ ഇബിൽ. ഓരോ മനുഷ്യനെയും അടുത്തേക്ക് വിളിച്ചിട്ട് അള്ളാഹു ചോദിക്കും അന്ത്യനാളിൽ, എൻ്റെ അടിമേ, എൻ്റെ സൃഷ്ടിയായ മനുഷ്യ, നിനക്ക് ഞാൻ ഭൂമുഖത്ത് വച്ച് സഞ്ചരിക്കാൻ വാഹനങ്ങൾ തന്നില്ലായിരുന്നു? വസൗവജതുക നിസ്സ, നിനക്ക് വിവാഹം കഴിച്ച് ഞാൻ ഭാര്യയെ തന്നില്ലേ? വജാൽതുക തർബഉ വ തർഅസു, ഞാൻ നിനക്ക് സമ്പത്ത് തന്നില്ലേ? നിനക്ക് അധികാരം, പദവി, സ്ഥാനമാനങ്ങൾ, പേര്, പ്രശസ്തി ഒക്കെ തന്നില്ലേ? ഫൈന ശുക്രു ദാലിക്, നീ എനിക്ക് എന്ത് നന്ദി ചെയ്തു? എന്ത് നന്ദിയാണ് എനിക്ക് ചെയ്തത്? ഓരോ വ്യക്തിയോടും അള്ളാഹു ചോദിക്കുമെന്ന് മഹാനായ പ്രവാചകൻ ഇമാം മുസ്ലിം, അഹമ്മദൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ശരിയല്ലേ? നമുക്കൊന്നുമില്ലായ്മയിൽ നിന്ന് വളർത്തി വലുതാക്കി ഉണ്മ തന്നില്ലേ? വാഹനങ്ങൾ തന്നില്ലേ? കുടുംബം തന്നില്ലേ? ഭാര്യയും മക്കളെയും തന്നില്ലേ? സമൂഹത്തിൽ സ്വാധീനം തന്നില്ലേ? ജീവിക്കാൻ സമ്പത്ത് തന്നില്ലേ? അധികാരം, പ്രശസ്തി, പദവി, സ്ഥാനം, മാനം ഒക്കെ തന്നില്ലേ? ഫൈന ശുക്ർ ദാലിക്, എവിടെ നന്ദി? എനിക്കുള്ള നന്ദി എവിടെയെന്ന് ചോദിച്ചാൽ നമുക്ക് എത്ര പേർക്ക് ഇതിന് വ്യക്തമായിട്ട് മറുപടി പറയാൻ കഴിയും? സഹോദരങ്ങളെ, ചിന്തിക്കണം. പഴമുണ്ടുടുത്തും കൊണ്ട് മണ്ണിൽ താഴ്മയായി നജ്ജാഷി രാജാവൊരു ദിനം ഇരിക്കുന്നതായി ഉടനിബിൻ അബീ ത്വാലിബ് ജാഫർ കണ്ടത്. ചോദിച്ചു, എന്താണീ വിധം ഇരിക്കുന്നത്? അബിസീനിയയിലേക്ക് ഇസ്ലാമിൻ്റെ ആരംഭകാലത്തൊരു വിഭാഗം മുസ്ലിമീങ്ങൾ ഹിജറ പോയി പലായനം ചെയ്തു. മക്കയിൽ ശത്രുക്കളുടെ ഉപദ്രവം സഹിക്കവയ്യാതെ പ്രവാചകൻ അവരെ അബിസീനിയയിലേക്ക് അയച്ചു. അവിടെ നിന്ന് ഭരിക്കുന്നത് നജ്ജാഷി രാജാവാണ്. അദ്ദേഹം ഇവരുടെ പ്രബോധനം സ്വീകരിച്ച് രഹസ്യമായി ഇസ്ലാം മതം സ്വീകരിച്ചു. ഒരു ദിവസം ഈ സംഘത്തിൻ്റെ തലവൻ ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു നോക്കുമ്പോൾ വളരെ പഴകിയ ഒരു മുണ്ടുമുടുത്ത് നജ്ജാഷി രാജാവ്, ഒരു രാഷ്ട്രത്തലവൻ, തറയിൽ നിലത്തിരിക്കുന്നതായിട്ട് കണ്ടു. പഴമുണ്ടുടുത്തും കൊണ്ട് മണ്ണിൽ താഴ്മയായി നജ്ജാഷി രാജാവ് ഒരു ദിനം ഇരിക്കുന്നതായി ഉടനിബിൻ അബീ ത്വാലിബ് ജാഫർ കണ്ടത്. ചോദിച്ചു, എന്താണ് ഈ വിധം ഇരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, നബിക്കു ബദറിൽ വിജയമായി എന്നിന്ന് ദൂതൻ വന്ന് വിവരം തന്നതായി. ഈസാ നബിക്ക് അല്ലാഹു നൽകിയ വേദമിൽ ഞാൻ കണ്ട വിവരം ഒന്ന് പറയാനുണ്ടിതിൽ.
നിഅമത്ത് റബ്ബും ചെയ്തു എന്നാൽ പിന്നെ ഉടൻ തന്നെ ശുക്റായി താഴ്മ വേണ്ടത് തന്നെ. നജാഷി രാജാവ് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകൻ ബദറിലിതാ ശത്രുക്കളെ കീഴ്പ്പെടുത്തി തൻ്റെ സൈന്യത്തെക്കാൾ 3 ഇരട്ടി സംഘബലമുള്ള എല്ലാവിധ സർവായുധ വിഭൂഷിതരായ ശത്രു സൈന്യത്തെ പ്രവാചകൻ മുസ്ലിമീങ്ങൾ ബദറിൽ പരാജയപ്പെടുത്തിയെന്ന് എനിക്ക് ദൂതൻ വന്ന് വിവരം തന്നു. അള്ളാഹു പ്രവാചകനും മുസ്ലിമീങ്ങൾക്കും ഈ അനുഗ്രഹം തന്നതിൻ്റെ പേരിൽ ഞാൻ താഴ്മ കാണിക്കുന്നു, വിനയം കാണിക്കുന്നു. മണ്ണിലിറങ്ങി വിനയം പ്രകടിപ്പിച്ച് സാഷ്ടാംഗം ചെയ്ത് എൻ്റെ രക്ഷിതാവിന് നന്ദി ചെയ്യുന്നു. കാരണം ഈസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയ ഇഞ്ചീൽ എന്ന വേദത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ആർക്കെങ്കിലും അള്ളാഹു ഒരു നന്മ ചെയ്താൽ അള്ളാഹുവിനോട് താഴ്മ കാണിക്കണം. അതിൻ്റെ പേരിലാണ് ഞാനിങ്ങനെ താഴ്മ കാണിച്ചത്. അപ്പോൾ പറഞ്ഞു, നബിക്ക് ബദറിൽ വിജയമായി എന്നിന്ന് ദൂതൻ വന്ന് വിവരം തന്നതായി. ഈസാ നബിക്ക് അള്ളാഹു നൽകിയ വേദമിൽ ഞാൻ കണ്ട വിവരം ഒന്ന് പറയാനുണ്ടിതിൽ. നിഅമത്ത് റബ്ബും ചെയ്തു എന്നാൽ പിന്നെ ഉടൻ തന്നെ ശുക്റായി താഴ്മ വേണ്ടത് തന്നെ. അതുകൊണ്ട് ഞാൻ ഇന്നീ വിധം ചെയ്യുന്നതാ, റബ്ബിന് താഴ്മയും ചെയ്ത് നന്ദി പറഞ്ഞതാ. നേതാക്കളാണിവർ, ചക്രവർത്തികളാണ്, നിഅമത്ത് വന്നാലുള്ള ഹാലുമിതാണ്. ആലോചിച്ച് നോക്കണം, ഒരു രാജ്യത്തിൻ്റെ ചക്രവർത്തിയാണ്. അള്ളാഹു ഒരു അനുഗ്രഹം തന്നപ്പോൾ നന്ദി കാണിച്ച് തറയിൽ മണ്ണിൽ താഴ്മയായിട്ടിരുന്ന് ദ്രവിച്ച പഴകിയ മുണ്ടുടുത്ത് അങ്ങേയറ്റം വിനയം കാണിക്കുന്നു. നേതാക്കളും ചക്രവർത്തികളുമൊക്കെയാണ്, പക്ഷേ അവർ കാണിക്കുന്ന നന്ദി ഈ വിധമാണ്. മലയാളത്തിൻ്റെ മഹാനടൻ, അദ്ദേഹം ഈ അടുത്ത് തൃശ്ശൂർ ജില്ലയിൽ ഒരു പുതിയ വീട്ടിൽ ഷൂട്ടിങ്ങിനായി പോവുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പുതിയ പടത്തിൻ്റെ ഷൂട്ടിങ്ങിനായിട്ട് പോവുകയുണ്ടായി. ആ വീട് പാല് കാച്ചിയത് ഈ വിനീതനാണ്. ആ വീട്ടുകാരൻ എന്നെ വിളിച്ചു പറഞ്ഞ കാര്യമാണ്. ശ്രീ മലയാളത്തിൻ്റെ നടൻ അദ്ദേഹം അവിടെ ചെന്നു. ആ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ റൂം ഏതാണെന്ന് ചോദിച്ചു. റൂം കാട്ടിക്കൊടുത്തു. അല്പം കഴിഞ്ഞ് വീട്ടുകാരൻ ചെന്ന് നോക്കുമ്പോൾ ആ റൂമിൽ അദ്ദേഹം സാഷ്ടാംഗം ചെയ്ത് കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അദ്ദേഹം നമസ്കരിക്കുന്നു. ഒരു പുതിയ ഫിലിം തുടങ്ങുകയാണ്. ഒരു പുതിയ വീട്ടിൽ വെച്ച്, ഫ്രഷായ വീടാണ്, അവിടെ വെച്ച് ഷൂട്ടിംഗ് നടക്കുകയാണ്. നന്ദിയായി അള്ളാഹുവിന് 2 റക്അത്ത് സാഷ്ടാംഗം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അത് ആരംഭിക്കുന്നത്. നാം ചിന്തിച്ചു നോക്കണം, ആലിമീങ്ങൾ പോലും ചെയ്യാൻ മടിക്കുന്ന കാര്യമാണ്. ആലിമീങ്ങൾ പോലും മടിക്കുന്ന ഒരു കാര്യം, ഒരു വീട്ടിൽ ആദ്യമായി ചെന്നൊരു കാര്യം തുടങ്ങുമ്പോൾ അവിടെ 2 റക്അത്ത് നമസ്കരിക്കുക, സാഷ്ടാംഗം ചെയ്യുക. ഇതാ വീട്ടുകാരൻ നേരിട്ട് കണ്ടിട്ട് ഉടൻ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു. കാരണം ആ വീട് പാല് കാച്ചി കൊടുത്തത് ഞാനാണ്. നേതാക്കളാണിവർ, ചക്രവർത്തികളാണ്, നിഅമത്ത് വന്നാലുള്ള ഹാലും ഇതാണ്. ഇതൊക്കെ ഗുണപാഠമായി നമ്മൾ മനസ്സിലാക്കണം, നന്മയായി മനസ്സിലാക്കണം. ഒരുപാട് നന്മകൾ എത്രയോ ആളുകളിലുണ്ട്, അത് നന്മയായിട്ട് മനസ്സിലാക്കണം. ഒരു മഹാരാജാവ് ഒരിക്കൽ നായാട്ടിനിറങ്ങി. ഉച്ചവരെ വനത്തിൽ നായാട്ട് നടത്തി. നായാട്ട് നടത്തുക മഹാരാജാക്കന്മാരുടെ ഇഷ്ടവിനോദമാണ്. ഉച്ചയായപ്പോൾ വല്ലാതെ ക്ഷീണിച്ചു. ഒരു മരച്ചുവട്ടിൽ രാജാവ് ഭക്ഷണം കഴിക്കാനിരുന്നു. ഭൃത്യന്മാർ പരവതാനിയൊക്കെ വിളിച്ചു. ഭക്ഷണത്തളികളൊക്കെ നിരത്തി. അമൃതേത്ത് കഴിക്കാനായിട്ട് രാജാവ് തളികയിലേക്ക് കൈവച്ചതും എവിടെ നിന്നോ ഒരു കല്ല് പാഞ്ഞു വന്ന് രാജാവിൻ്റെ ശിരസിൽ പതിച്ചു. കിരീടം തെറിച്ചുപോയി എന്ന് മാത്രമല്ല, രാജാവിന് തലയ്ക്ക് നേരിയ മുറിവ് ഏൽക്കുകയും ചെയ്തു. ഭടന്മാർ 4 പാടും ചിതറിപ്പാഞ്ഞു.
രാജാവിനെ വധിക്കാൻ ശ്രമിച്ച ശത്രുവിനെ തിരയാനായി 4 പാടും പാഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ എല്ലും തോലുമായ ഒരു പാവം വൃദ്ധനെ വലിച്ചിഴച്ച് അവർ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. ഇവനാണ് കല്ലെറിഞ്ഞത്, ഇവനെ ശിക്ഷിക്കണം. മഹാരാജാവ് ചോദിച്ചു, ആ കിളവനോട് എന്താണ് സംഭവിച്ചത്, എന്താണ് പ്രശ്നം? താണു വണങ്ങിക്കൊണ്ട് അയാൾ പറഞ്ഞു, പൊന്നുടയതേ, ഞാൻ അടുത്ത ഗ്രാമത്തിൽ താമസിക്കുന്നവനാണ്. സ്വന്തമായി വീടില്ല, ഭാര്യയും മക്കളുമുണ്ട്. ജോലിയില്ല, ജീവിക്കാനൊരു മാർഗമില്ല. അങ്ങ് ഇന്നീ വനത്തിൽ നായാട്ടിന് വരുന്നുണ്ടെന്നറിഞ്ഞ് അങ്ങയോടൊരു സഹായം അഭ്യർത്ഥിക്കാനായി രാവിലെ മുതൽ വന്ന് കാത്തു നിന്നതാണ്. തൊട്ടപ്പുറത്ത് ഞാനുണ്ടായിരുന്നു. അങ്ങയെ കാത്തു നിന്നിട്ട് കണ്ടില്ല. ഉച്ചയോടായപ്പോൾ എനിക്ക് വല്ലാതെ വിശന്നു. ഞാൻ നിന്ന ഭാഗത്ത് പഴങ്ങൾ നിറഞ്ഞ ഒരു മാവുണ്ടായിരുന്നു. ഒരു മാമ്പഴം കിട്ടാൻ വേണ്ടി ഞാൻ കല്ലെറിഞ്ഞതാണ്. അങ്ങ് ഇപ്പുറത്ത് വന്നിട്ടുണ്ടായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞില്ല. ആ മാമ്പഴത്തിന് കല്ലെറിഞ്ഞപ്പോൾ ആ കല്ല് വന്ന് അങ്ങയുടെ ശിരസിൽ പതിച്ചതാണ്. മാപ്പാക്കണം, ക്ഷമിക്കണം, അറിയാതെ പറ്റിപ്പോയതാണ്. മഹാരാജാവ് മന്ത്രിമാരോടും കൂടെയുള്ള പരിവാരങ്ങളോട് ചോദിച്ചു, ഇവനെ എന്ത് ചെയ്യണം? എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, അവൻ്റെ തല വെട്ടണം. കാരണം മഹാരാജാവ് ഇന്നീ വനത്തിൽ വരുന്നുണ്ട് എന്നുള്ള വിവരം അവനറിയാം. അറിഞ്ഞിട്ടും ഈ പരിസരത്തെങ്ങാനും അങ്ങ് കാണുമെന്ന് ചിന്തിക്കാതെ കല്ലെറിഞ്ഞ ഈ രാജ്യദ്രോഹിയെ കഥ കഴിക്കണമെന്ന് എല്ലാവരും പറഞ്ഞു. മഹാരാജാവ് പുഞ്ചിരിച്ചുകൊണ്ട് മന്ത്രിയോട് കൽപ്പിച്ചു, ഇയാൾക്ക് വേണ്ട ഭക്ഷണം നൽകുക, ഇയാൾക്ക് ആവശ്യമുള്ള വസ്ത്രം നൽകുക, 3 വീട്ടിലേക്ക് വേണ്ട ധാന്യം കൊടുക്കുക, 4 ആവശ്യമുള്ള ധനം കൊടുക്കുക, 5 ഇയാൾക്കൊരു തുണ്ട് ഭൂമിയും അവിടെ വീടും വെച്ച് കൊടുക്കുക. അമ്പരന്ന് നിന്ന മന്ത്രിമാരോടും സൈന്യത്തോടും രാജാവ് പറഞ്ഞു, ഇയാളോട് ചോദിക്കൂ, കല്ലെറിഞ്ഞപ്പോൾ അയാൾക്ക് മാമ്പഴം കിട്ടിയോ എന്ന് ചോദിക്കൂ. ആ വൃദ്ധൻ പറഞ്ഞു, തിരുമേനി, ഞാൻ കല്ലെറിഞ്ഞപ്പോൾ നല്ല 2-3 മാമ്പഴം കിട്ടി. ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അങ്ങയുടെ ഭടന്മാർ എന്നെ വന്ന് പിടിച്ചുകൊണ്ടുവന്നത്. മഹാരാജാവ് പറഞ്ഞു, ഇയാൾ മാവിന് കല്ലെറിഞ്ഞു. 1 ഇന്ദ്രിയം മാത്രമുള്ള മാവ് അയാൾക്ക് മാമ്പഴം കൊടുത്തു. എന്നെ കല്ലെറിഞ്ഞു. എനിക്ക് ദൈവം 5 ഇന്ദ്രിയം തന്നിട്ടുണ്ട്. അതുകൊണ്ട് 5 കാര്യങ്ങൾ ഇയാൾക്ക് കൊടുക്കുക. മഹാരാജാവിൻ്റെ മഹാമനസ്കത കണ്ട് അദ്ദേഹത്തിൻ്റെ ഔദാര്യബോധത്തെ എല്ലാവരും വാഴ്ത്തി. നാം ആലോചിച്ച് നോക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് പ്രത്യുപകാരവും നന്ദിയുമൊക്കെ നാം ചെയ്യുന്നുണ്ടോ ഇതുപോലെ എന്ന് ആലോചിച്ച് നോക്കുക. ഓരോന്നിനും നന്ദി ചെയ്യണമെന്ന് അല്ലാഹു ആവശ്യപ്പെടുന്നു. ഞാൻ ധനം തന്നില്ലേ, ഞാൻ നേതൃത്വം നൽകിയില്ലേ, ഞാൻ അധികാരം നൽകിയില്ലേ, ഭാര്യാമക്കളെ തന്നില്ലേ, വാഹനം തന്നില്ലേ, വീട് തന്നില്ലേ, ഓരോ അനുഗ്രഹങ്ങളും എണ്ണി എണ്ണി ചോദിച്ചിട്ട് അല്ലാഹു ചോദിക്കും, ഫഅൈന ശുക്രു ദാലിക്, എവിടെ നന്ദി, എവിടെ നന്ദി? അല്ലാഹു ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം പറയാനുണ്ടാകണം, അല്ലാഹുവിനോട് നന്ദി കാട്ടണം. ഒരു പുതിയ വീട്ടിൽ കയറുന്നു, 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുക. ഒരു പുതിയ കാര്യം അല്ലാഹു സാധിച്ചു തന്നു, ഉടൻ അല്ലാഹുവിന് ശുക്റായി നമസ്കരിക്കുക. പരീക്ഷയിൽ ഉന്നത വിജയം നൽകി, അപ്പോൾ സുജൂദിൽ വീണേക്കുക. ക്രിക്കറ്റ് താരങ്ങളെ കാണാറില്ലേ? അല്ലെങ്കിൽ പൊതുവെ എല്ലാ രാജ്യങ്ങളിലെയും ക്രിക്കറ്റ് താരങ്ങളെ കാണുന്നില്ലേ? സച്ചിൻ തെണ്ടുൽക്കർ, ഇന്ത്യയുടെ അഭിമാനം. അദ്ദേഹം സെഞ്ചുറി അടിച്ചാൽ അപ്പോൾ ബാറ്റ് ഉയർത്തി ആകാശത്തേക്ക് നോക്കും, ദൈവത്തിന് നന്ദി പറയും. മുസ്ലിം സ്പോർട്സ് താരങ്ങളാകട്ടെ അപ്പം തന്നെ ആ മൈതാനത്തിൽ സാഷ്ടാംഗം ചെയ്യുന്നത് കാണാം. ഏതാണ്ട് എല്ലാവരും തന്നെ ആകാശത്തേക്ക് കണ്ണുയർത്തി ദൈവത്തിന് നന്ദി പറയും. നന്ദി, തമ്പുരാന് നന്ദി വേണം, തമ്പുരാന് നന്ദി പറയണം. ഒരു വിജയം കിട്ടി, മകന് ജോലി കിട്ടി, കച്ചവടത്തിലൊരു ലാഭം കിട്ടി, മകൾക്കൊരു നല്ല വിവാഹം കിട്ടി, അല്ലെങ്കിൽ മകളുടെ നിശ്ചയിച്ച വിവാഹം ഭംഗിയായി നടന്നു. ഓടി വന്ന് ഒളുവെടുത്ത് 2 റക്അത്ത് ശുക്റിൻ്റെ നമസ്കാരം, സുന്നത്തിൻ്റെ നമസ്കാരം. അത് നിർവഹിച്ചാൽ അള്ളാഹുവിന് എത്ര ഇഷ്ടമാണ്. ഇത് നടത്തി തന്ന അള്ളാഹുവാണ്. ഈ വിജയം തന്നത് പടച്ചവനാണ്. കളിയിലാകട്ടെ ജീവിതത്തിലാകട്ടെ വിജയം തന്ന റബ്ബാണ്. റബ്ബിന് നന്ദി ചെയ്യുക. നന്ദിയുള്ള മനസ്സ്, കൃതജ്ഞതാ നിർഭരമായ ഒരു മനസ്സ്, നന്ദി തുളുമ്പുന്ന ഹൃദയമുണ്ടെങ്കിൽ തന്നെ ജീവിതത്തിൻ്റെ ഏതാണ്ട് 3/4 പങ്ക് നമ്മൾ അക്കരെ കടന്നു എന്ന് നമുക്ക് വിചാരിക്കാം. ഇംഗ്ലണ്ടിലെ രാജകുടുംബത്തിലെ ഒരംഗം, അവർ ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആളായിരുന്നു.
പ്രത്യേകിച്ചും പാവപ്പെട്ടവരെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് തെരഞ്ഞു പിടിച്ച് അവരുടെ വീടുകളിൽ ചെന്ന് അടുക്കൽ ചെന്ന് സഹായം ചെയ്യുമായിരുന്നു. അവസാനം ഇതൊക്കെ പുറത്തു വന്നു. പത്രക്കാർ അവരോട് ചോദിച്ചു, എന്താണ് ഇങ്ങനെയൊക്കെ? ഒരു രാജകുടുംബാംഗം, റോയൽ ജീവിതം നയിക്കേണ്ട നിങ്ങൾ ഈ പാവങ്ങളുടെ തെരുവിലൊക്കെ എത്തി ഇവരെ സഹായിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ രാജകുടുംബാംഗം പറഞ്ഞ ഒരു മറുപടി ചിന്തിപ്പിക്കേണ്ടതാണ്. അവർ പറഞ്ഞു, ലോയൽറ്റി ഗ്രേറ്റർ ദാൻ റോയൽറ്റി. രാജകുടുംബം എന്ന നിലയിൽ ജനങ്ങൾ എന്നെ ആദരിക്കുന്നു, എന്നെ ബഹുമാനിക്കുന്നു. എന്നാൽ രാജത്വത്തിനേക്കാൾ എത്ര ഗംഭീരമാണ് അതിന് നന്ദി കാണിക്കുക എന്നുള്ളത്. ലോയൽറ്റി ഗ്രേറ്റർ ദാൻ റോയൽറ്റി. നമ്മളിത് മനസ്സിലാക്കണം. തിരുവനന്തപുരത്താണ് എത്രയോ വർഷങ്ങളായി, 2 പതിറ്റാണ്ടുകൾ കഴിഞ്ഞു ഞാനിവിടെ താമസം തുടങ്ങിയിട്ട്. ഞാൻ ഇടുക്കി ജില്ലയിൽ ജനിച്ചു വളർന്ന ആളാണ്. യാദൃച്ഛികമായി തിരുവനന്തപുരത്ത് പാളയംപള്ളിയിൽ വന്നു 1987. ഇപ്പോൾ ഏതാണ്ട് 30 വർഷങ്ങളാകാൻ പോകുന്നു. തിരുവനന്തപുരം ഏതാണ്ട് തിരുവനന്തപുരംകാരനായിട്ട് മാറി. തിരുവനന്തപുരംകാർ പൊതുവേ നന്ദി പറയാൻ വിമുഖരാണ്, താങ്ക്സ് പറയാൻ മടി കാണിക്കുന്നവരാണ്. പക്ഷേ തിരുവനന്തപുരത്ത് ഞാൻ കണ്ടുപിടിച്ച ഒരു കാര്യമുണ്ട്. ഒരു വീട്ടിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു പാത്രത്തിൽ ഒരു സാധനം, ഭക്ഷണ സാധനമോ മറ്റോ കൊടുത്തു വിട്ടാൽ ആ പാത്രം തിരികെ വെറുതെ കൊടുത്തു വിടാറില്ല. അതിലെന്തെങ്കിലും വിട്ട്, എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ 2 മിഠായിയോ എന്തെങ്കിലും വിട്ടേ തിരിച്ചു കൊടുത്തു വിടാറുള്ളൂ. ഇത് പൊതുവേ തിരുവനന്തപുരത്ത് കാണുന്ന ഒരു സ്വഭാവമാണ്. കേരളത്തിൽ പല സ്ഥലത്തും ഇല്ലാത്ത ഒരു സ്വഭാവമാണ്. ചില സ്ഥലത്തൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ അത് മസ്റ്റാണ്. ഒരു പാത്രം കൊടുത്തു വിട്ടാൽ അതിലെന്തെങ്കിലും ഇട്ട് തിരിച്ചു കൊടുത്തു വിടുക വളരെ നല്ല ഒരു ഗുണമാണ്, പ്രത്യുപകാരമാണ്. മഹാനായ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഉഅ്തിയ അതാഅൻ ഫൽ യജ്സ ബിഹി. ആരെങ്കിലും നിങ്ങൾക്കൊരു ഉപകാരം ചെയ്താൽ പ്രത്യുപകാരം ചെയ്യുക. ഫൈല മജിദ് ഫൽ യസ്നി ബിഹി. അതിന് കഴിയുന്നില്ല, പ്രത്യുപകാരം ചെയ്യാൻ കഴിയില്ലെങ്കിൽ അതിന് നന്ദി പറയുക. ഇനി അതിനും കഴിഞ്ഞില്ലെങ്കിലോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ അഭാവത്തിൽ ദുആ ചെയ്യുക. ഇതൊരു വലിയ 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 ഗുണമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം നന്ദിയുള്ളയാളായിരുന്നു. പ്രവാചകന് ആരുപകാരം ചെയ്താലും പ്രവാചകൻ പ്രത്യുപകാരം ചെയ്യുമായിരുന്നു. പ്രവാചകൻ്റെ മഹത്തായ ഗുണം നമ്മളും ആർജിക്കണം, നമ്മളും പഠിക്കണം. ആരുപകാരം ചെയ്താലും നന്ദി പറയണം, പ്രത്യുപകാരം ചെയ്യണം. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രിയപ്പെട്ട പത്നിയായിരുന്നു ഖദീജ റളിയല്ലാഹു തആല അൻഹ. അവർ മരണപ്പെട്ടതിന് ശേഷം തൻ്റെ പ്രിയ പത്നിയുടെ പേരിൽ മിക്കപ്പോഴും ആടിനെ അറുത്ത് ആ മാംസം പ്രവാചകൻ സാധുക്കൾക്കും ഖദീജയുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കൊക്കെ വിതരണം ചെയ്യുമായിരുന്നു. അത് ധാരാളമായപ്പോൾ ഒരിക്കൽ നിലവിലുള്ള പത്നി ആയിഷ റളിയല്ലാഹു തആല ചോദ്യം ചെയ്തു. അവർ ചോദിച്ചു, എപ്പോഴും ഇങ്ങനെ ഖദീജയുടെ പേരിൽ ആടിനെ അറക്കുന്നു, മാംസം ദാനം ചെയ്യുന്നു, ഖദീജയെക്കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്താ ലോകത്ത് ഖദീജയല്ല വേറെ പെണ്ണുങ്ങളൊന്നും ഇല്ലേ എന്ന് ചോദിക്കുകയുണ്ടായി. ആയിഷ ബീവിയുടെ ഈ വാക്ക് പ്രവാചകന് വല്ലാതെ മനസ്സിൽ പോറലേൽപ്പിച്ചു. ഗദ്ഗദ കണ്ണനായി പ്രവാചകൻ പറഞ്ഞു, ആയിഷ, നിങ്ങൾക്കൊന്നും ഖദീജയുടെ മഹത്വം അറിഞ്ഞുകൂടാ. എനിക്കൊന്നുമില്ലാതിരുന്ന കാലത്ത് എല്ലാം ഒന്ന് സഹായിച്ച് ഖദീജയാണ്. മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നയായിരുന്നു. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ചിലവഴിച്ച് അവസാനം പാപ്പരായിപ്പോയി. ഒരു മാതാവിൻ്റെ സ്നേഹം, ഒരു സഹോദരിയുടെ സ്നേഹം, ഒരു പുത്രിയുടെ സ്നേഹം, ഒരു ഭാര്യയുടെ സ്നേഹം എല്ലാം എനിക്ക് തന്ന് എൻ്റെ പിന്നിൽ പാറ പോലെ അടിയുറച്ച് തന്ന് ഈ ദീൻ വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാ സഹായവും ചെയ്ത് ഖദീജയാണ്. മരണപ്പെട്ടതിന് ശേഷവും തൻ്റെ ഭാര്യയെക്കുറിച്ച് വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭർത്താവ് ഒന്നാലോചിച്ച് നോക്കുക സഹോദരങ്ങളെ. പ്രവാചകൻ്റെ നന്ദി നാം ഉൾക്കൊള്ളണം, ആ പ്രവാചകൻ്റെ മനസ്സ് നാം ഉൾക്കൊള്ളണം. അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്തതുപോലെ നമ്മൾ നന്ദിയുള്ളവരായി തീരണം. ആരുപകാരം ചെയ്താലും നന്ദി പറയണം. പ്രത്യുപകാരം ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യണം, ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ചാവക്കാട് നിന്നും മുഹമ്മദ് കുട്ടി എന്ന ഒരു സഹോദരൻ ഈ പ്രോഗ്രാമിനെ വളരെ പ്രശംസിച്ചുകൊണ്ടൊരു കത്ത് അയച്ചിട്ടുണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:30 കേൾക്കുന്ന ഇസ്ലാം അറിവ് എന്ന പരിപാടി വിശ്വാസികൾക്ക് ഒന്നുകൂടി കരുത്തു കൂട്ടുകയും മനസ്സിൽ കുളിർമഴ പെയ്യുന്ന ഒരനുഭൂതിയും നൽകുന്നുണ്ട്.
ഉസ്താദിൻ്റെ അവതരണം ആരെയും പിടിച്ചിരുത്തുന്ന മികവുറ്റ അവതരണം തന്നെയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾക്കും ഈ പരിപാടിയുടെ എല്ലാ അണിയറ ശില്പികൾക്കും കേരള വിഷനും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അൽഹംദുലില്ലാ, ഇസ്ലാം അറിവ് എന്ന ഈ പ്രോഗ്രാം ആയിരങ്ങൾ പതിനായിരങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട്. ഒരുപാട് കത്തുകൾ കിട്ടുന്നുണ്ട്. കത്തുകളേക്കാൾ ഉപരി നേരിട്ട് കാണുന്ന കേരളത്തിൻ്റെ എല്ലാ ഭാഗത്ത് പോകുമ്പോഴും നേരിട്ട് ഒരുപാട് പേർ ഇതേക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഉപകാരപ്രദമാകുന്നു, ഇഷ്ടപ്പെടുന്നു എന്ന് കേൾക്കുന്നതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. കത്തയച്ച സഹോദരങ്ങൾക്കും കുടുംബത്തിനും അള്ളാഹു നല്ലത് വരുത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങളും ഇതുപോലുള്ള ദീനീ ചോദ്യങ്ങളും ദയവായി എഴുതുക. ഞങ്ങളുടെ വിലാസം ഇതാണ്: ടു ദ പ്രൊഡ്യൂസർ, ഇസ്ലാം അറിവ്, കേരള വിഷൻ, കടവന്ത്ര, കൊച്ചിൻ 20. ഈ പ്രോഗ്രാം പ്രക്ഷേപണം ചെയ്യുന്ന കേരള വിഷനും അതിൻ്റെ എല്ലാ അണിയറ ശില്പികൾക്കും എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ആഴ്ച ഇതേ സമയം പുതിയ എപ്പിസോഡുമായി ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.